ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി എടുക്കുക. നമ്മളെ അനുഷ്ക പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് അനുഷ്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അനുഷ്ക എന്ന് കണ്ടിട്ട് അനു ബേബി, അനുഷ്ക ബേബി എന്തമ്മ അവിടെ ചെയ്യുന്നത് എന്ന് പറയായിരുന്നു. ആ അങ്കിളി നിങ്ങളെന്താ ചെയ്യുക മോളെ, ഈ ഡ്രാമൊക്കെ വരാതെ എത്ര ആയാറ് ഇത് ഷൂട്ടിംഗ് ആവുന്ന മുമ്പ് ഇപ്പം ബേബി വന്ന പിന്നെ ഇല്ലല്ലേ പറയായിരുന്നു. ഈ ഹീറോയുടെ സീക്രട്ട് ജോബ് അത് വി കുമാറിയോ മാരേജ് പിന്നെ ഹീറോ പറഞ്ഞായിരുന്നു. ഇപ്പം ഇല്ല സാർ എനിക്ക് ബേബി ജനിച്ചായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഹീറോയുടെ ബേബിനെ കൊണ്ടുവരണം. ഹീറോ കുറച്ച് നടന്നുകൊണ്ട് വരാം അതിന് ഒരു വീൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോ പിറ്റേഴ്സ് നമ്പർ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു ബേബീസെല്ലാം. അതിനായിട്ട് ഹീറോ പറയായിരുന്നു അങ്കിൾ എനിക്ക് മാരേജ് ശരിമാ ബേബി കുറച്ച് വളർന്ന പിന്നെ നീ മൂവിക്ക് വരണം മൂവിക്ക് എന്നെ പറയായിരുന്നു അനുഷ്കാൻ്റെയോട്. അനുഷ്ക പറയായിരുന്നു ശരി അങ്കിൾ ഞാൻ പോവാം അങ്കിൾ എന്ന് പറഞ്ഞാൽ കൺഗ്രാറ്റ്സ് ബാ മാരേജൊക്കെ വന്നായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഷൂട്ടിംഗ് ഉണ്ടപ്പാ ഞാൻ പോവാം ബാ എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. നിങ്ങൾ വെച്ചിട്ട് മൂവി അഭിനയിക്കുന്നുണ്ട് നിങ്ങളും കൂടി അഭിനയിക്കണം എന്ന് വീണ്ടോട് പറഞ്ഞു പോയത് ഈ ശരി നോക്കുക എന്ന് പറയായിരുന്നു. അങ്ങനെ ടേസ്റ്റ് തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ബേബീസ് വളർന്നു വലുതായി. ഇപ്പം ബേബീസൊക്കെ 4 വയസ്സായി 4 വയസ്സായി. ഇപ്പം ഹീറോ പറയായിരുന്നു ശരി ഞാൻ പോകുന്നുണ്ട്. വി പറയായിരുന്നു എടി നിൽക്കടി നീ ഇപ്പോൾ ഓടിപ്പോയാൽ ഞാൻ എന്താ ചെയ്യാം. വി പറയായിരുന്നു എനിക്ക് പോകണം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഹീറോ ഓടിപ്പോയായിരുന്നു. വി പറയായിരുന്നു ബേബിനെ എടുത്തോണ്ട് പോവാ എന്ന് പറയുന്നു. അതിന് വി പറയായിരുന്നു അതിനായിട്ട് വീണ്ടോട് പറയായിരുന്നു അതെ അതിനായിട്ട് വി പറയുന്നു എനിക്ക് ഡ്രാമ ഷൂട്ടിങ് ചെയ്യണ്ട എൻ്റെ ഫസ്റ്റ് ഡ്രാമ എന്ന് വി പറയായിരുന്നു. പീറ്റർ സമ്പർ പറയുന്നു ഞങ്ങൾ കൂടെ വരാടാ എന്ന് പറയായിരുന്നു. ശരി അങ്ങനെയായിട്ട് പീറ്റർ സമ്പർ പറയായിരുന്നു ശരിടാ എന്ന് പറയുന്നത്. വി കൂടെ വന്നു ഹീറോയിൻ കൂടെ നല്ല കോമഡി ആയിട്ട്. അത് മാത്രമല്ല ആ മൂവിയിൽ വി ഒയേരി കൂടെ അഭിനയിക്കുന്നുണ്ട്. ആ മൂവി നല്ല കുറച്ച് ഡേയ്സ് പോകുന്നതാണ് ആ മൂവി ഫേമസ് ആയി. പീറ്റർ സമ്പർ ഓരോ നാളും ഓരോ മൂവിയിൽ അഭിനയിക്കാൻ തുടങ്ങിയായിരുന്നു. പല പല ലാംഗ്വേജിൽ അഭിനയിക്കായിരുന്നു. ഇങ്ങനെ ഫേമസ് ആകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് നിറയെ കൂടുതൽ ആർമീസ് കൂടിയായിരുന്നു. അതേ മാത്രമല്ല നിറയെ ഫേമസ് ആയതുകൊണ്ട് വന്നായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്ക് കൊറിയയിൽ ചാൻസ് കിട്ടിയായിരുന്നു കൊറിയൻ മൂവിയിൽ അഭിനയിക്കണം. ഹീറോ പറയായിരുന്നു അങ്ങനെ ഇത് സീനൊന്നും വി കൂടെ മാത്രം ഞാൻ അഭിനയിക്കും വേറെ സീൻ അങ്ങനെയൊന്നും ഉണ്ടാകില്ല റൊമാൻസ് അത്ര ഉണ്ടാകാൻ പാടില്ല എൻ്റെ ഹസ്ബൻഡിൽ കൂടെ മാത്രം ഞാൻ അഭിനയിക്കൂ എന്ന് പറയായിരുന്നു. ഡയറക്ടർമാർ സമ്മതിച്ചായിരുന്നു. അതുകൊണ്ട് നല്ല ഫേമസ് ആയതുകൊണ്ട് ഇങ്ങനെ ടോപ്പ് നമ്പർ 1 ആക്ട്രസ്സായി മാറിയായിരുന്നു ഇന്ത്യയിൽ. അങ്ങനെ ഹീറോ ഫേമസ് ആയതുകൊണ്ട് പോയായിരുന്നു. അതും മാത്രമല്ല ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു എടി ഈ ഫാഷൻ ഡിസൈൻ പഠിച്ചു നീ ആക്ടറും ആയി പോയി ഞങ്ങൾ രണ്ടുപേരും എന്താടി ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുക മണ്ടത്തരം എന്ന് പറഞ്ഞ ഹീറോ കോമഡിയൊക്കെ ആയിരുന്നു. ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് കിടപ്പായിരുന്നു. ആ ഹീറോ 2 ഫ്രണ്ട്സ്ക്ക് ഓൾറെഡി അവർക്കൊരു മൂവി കൊടുത്താൽ ഹൊറർ മൂവി. അതെ ഹൊറർ മൂവിയിൽ ഹീറോയും അഭിനയിച്ചായിരുന്നു. അത് മാത്രം പീറ്റേഴ്സ് മെമ്പർ 7 പേരുണ്ടായിരുന്നു ആ ഹൊറർ മൂവിയിൽ. അങ്ങനെയായിട്ട് ഒരു സൂപ്പറായിട്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് ആയി മാറിയായിരുന്നു. അത് മാത്രമല്ല നിറയെ ആക്ടേഴ്സ്മാരെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫേമസ് ആയി മാറിയായിരുന്നു. ടോപ്പ് നമ്പർ 1 അങ്ങനെയായിട്ട് മൂവി നല്ല ഫേമസ് ആയിരുന്നു. പല പല ലാംഗ്വേജിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ എല്ലാവരും ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി. നിങ്ങൾ കണ്ട് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ സീ യു. ശരിക്കും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോറിക്ക് നിങ്ങൾ മീറ്റ് ചെയ്യുക. ബൈ ടാറ്റാ.